അധികാരവും പേര് നടക്കുന്നത് പ്രയോജനമില്ല. കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക പരിപാടിയിലൂടെ കാഴ്ചപ്പാട് നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. കേരളത്തിൻ്റെ അതികായനായിരുന്ന വിപ്ലവ നക്ഷത്രം കണ്ണേ കരളെ VS എന്ന് ആളുകൾ ചങ്ക് പൊട്ടി വിളിച്ച VS അന്തരിച്ചു. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ചാണ്ടിപ്പി അലക്സാണ്ടർ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അടിമാലി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. കൂടാതെ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ സംസ്ഥാന ചെയർമാൻ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, VS വിട പറയുകയാണ്. കണ്ണേ കരളെ VS, ധീരസഖാവേ VS തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നാണ് മുഖരിതമാകുന്നത്. VSനെ അങ്ങ് ഓർത്തെടുക്കുമ്പോൾ എന്താണ് ആദ്യം പറയാനുള്ളത്? അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത് ഇടുക്കിയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ CPIMൻ്റെ വളർച്ചയ്ക്ക് വിത്തുപാകിയ അതുല്യനായ നേതാവാണ് സഖാവ് VS എന്ന് ഓർമ്മയിൽ എനിക്ക് പറയാൻ കഴിയും. ഞാനന്ന് ജീവിച്ചിരുന്ന കാലഘട്ടം അല്ലെങ്കിലും VS അദ്ദേഹം ഇടുക്കിയിൽ ആദ്യമായി പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് നമ്മുടെ റോസമ്മ പൊന്നൂസിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് VSനെയാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ഇടുക്കിയിലെത്തുമ്പോൾ നമ്മുടെ ഇന്നത്തെ ദേവികുളം മണ്ഡലം എന്ന് പറയുന്ന അന്നത്തെ ദേവികുളം മണ്ഡലം ഇപ്പോഴത്തെ ഉടുമ്പൻചോലയും പീരുമേടും ഉൾപ്പെടെയുള്ള ദേവികുളവും കൂടുന്ന 3 മണ്ഡലങ്ങളുടെ ഒരു വലിയ മണ്ഡലമാണ്. ആ വലിയ മണ്ഡലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നിർവഹിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അന്ന് ഗവൺമെൻറ് ആണെങ്കിലും അത് വിജയിക്കേണ്ടത് ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തിലായിരുന്നു അന്നത്തെ ഗവൺമെൻറ്റും. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വരികയും വെള്ളത്തോലിൽ ഡോക്ടർ CI കുമാർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ താമസിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ധീരമായി നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വേണ്ടത്ര എല്ലാ മേഖലകളിലും ഗ്രാമങ്ങളിലും പാർട്ടിയോ ബ്രാഞ്ചുകളോ ഒന്നുള്ള കാലമല്ല. എന്നാൽ അദ്ദേഹം വന്ന് അവിടെയെല്ലാം എത്തിച്ചേരുകയും കർശനമായ ഇടപെടലിലൂടെ അവിടെയെല്ലാം പാർട്ടി സംഘടിപ്പിക്കുകയും വലിയ തോതിൽ പ്രവർത്തനം സംഘടിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പ് വൻ വിജയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഇടുക്കിയുമായി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വരവ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതും തീർച്ചയായിട്ടും വായിച്ച് കേട്ടും ഒക്കെയുള്ളൊരു അറിവാണ് എനിക്കുള്ളത്. 58 ഞാനും ജനിച്ചിട്ടില്ല. റോസമ്മ പൊന്നൂസ് ഇവിടെ മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് വളരെ വിഖ്യാതമാണ്. തന്നെയല്ല, 57 ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം, തുടർന്ന് വിമോചന സമരത്തെ തുടർന്നൊക്കെ പുറത്തുപോയ കാലം. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു സമയത്താണ് അദ്ദേഹം ഇവിടെ വരുന്നത്. 1923 അദ്ദേഹം ജനിക്കുന്നത് തന്നെ. അപ്പോൾ വലിയൊരു പ്രായത്തിലേക്കൊന്നും അദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോൾ ഇടുക്കിയുമായിട്ടുള്ള ഒരു നാഭീനാളി ബന്ധം അന്നേ അദ്ദേഹം തുടങ്ങി വെച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ കുമളിയിലും അതുപോലെ തന്നെ ഇവിടെ ഈ കീരിത്തോട് ചുരുളി സമരത്തിലെ AKGയോടൊപ്പം ഒക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വളരുകയും മുഖ്യമന്ത്രിയായി വളരുകയും ഒക്കെ ചെയ്തിട്ട് ഇടുക്കിയുമായിട്ടുള്ള അദ്ദേഹത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മതികെട്ടാനിൽ വരുന്നു എന്നുള്ളതാണ് അല്ലേ? വലിയൊരു സംഭവമായിരുന്നു. അതെങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കാൻ? അങ്ങുണ്ടായിരുന്നല്ലോ ആ കൂടെ. ഉണ്ട്. മതികെട്ടാനിൽ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മതികെട്ടാൻ ചോല ജൈവ വൈവിധ്യങ്ങളാൽ നിറഞ്ഞ ഒരു വലിയ വനപ്രദേശമായിരുന്നത്. ആ മതികെട്ടാൻ അന്ന് വലിയ തോതിൽ കയ്യേറ്റങ്ങളുടെ താവളമായി മാറി. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ വന്യസമ്പത്ത് വെട്ടി നശിപ്പിച്ചുകൊണ്ട് കയ്യേറ്റക്കാർ കയ്യേറുകയും അതിനെതിരായി ജനവികാരം ഉയർന്നൊരു ഘട്ടത്തിൽ പ്രായം പോലും വകവെക്കാതെ അദ്ദേഹം മതികെട്ടാനിൽ എത്തിച്ചേരുകയും ആ വനഭൂമി കയ്യേറ്റം ഗവൺമെൻറ്റിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അന്ന് AK ആൻ്റണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. K സുധാകരൻ അദ്ദേഹമാണ് അന്ന് വനം മന്ത്രി. ആ ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത അധീരമായ നിലപാട് ആ മതികെട്ടാൻ ഭൂമി തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് നിക്ഷിപ്തമാക്കാനും
കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും ഗവൺമെന്റിനെ പ്രേരിപ്പിച്ച ഒരു വലിയ സംഭവമായിരുന്നു അത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അങ്ങ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ മതികെട്ടാൻ മേഖല എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്, അതെ ഇല്ലേ? അതെ അവിടെ മരം മുഴുവൻ വെട്ടി ഇറങ്ങിപ്പോയിട്ടും ആ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ഒരു വനം മന്ത്രിക്ക് എതിരെയായിരുന്നു അന്ന് അതെ, BS-ന്റെ നീക്കം. നീക്കം. തന്നെയല്ല, ഈ BS-ന്റെ ഒരു സമര രീതി എന്ന് പറയുന്നത് എത്ര വയ്യെങ്കിലും അവിടെ ചെന്നെത്തി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതെ സമരം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു അതെ ഇൻവെസ്റ്റിഗേഷൻ രീതി. ഒരു പോലീസൊക്കെ ചെന്ന കേസ് അന്വേഷിക്കുന്നത് പോലെയാണ് ഈ അദ്ദേഹം അന്വേഷിക്കുക എന്ന് പറയുന്നത്, ഇല്ലേ? മതികെട്ടാനില് അദ്ദേഹം എത്തിച്ചേരുമ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ചീഫ് കൺസർവേറ്റർമാരടക്കം DFOമാരടക്കം പാഞ്ഞെത്തി എല്ലാവരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും. വളരെ ഗൗരവമായി അദ്ദേഹം ഇടപെടുകയും അതിന്റെ ഭാഗമായി ആ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് കയ്യാമം വെപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ആ ഭൂമി വീണ്ടെടുക്കാനും കഴിഞ്ഞു. ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി വീണ്ടെടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ചുടുകാറ്റുണ്ടല്ലോ, ആ കാറ്റ് കേരളത്തിലേക്ക് കയറി കേരളത്തിന്റെ പ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇത്രയേറെ പാരിസ്ഥിതികമായി ഇടപെട്ട ഒരു നേതാവ് വേറെ ഇല്ല, അല്ലെ? പാരിസ്ഥിതിക കാര്യങ്ങളിൽ പോലും വളരെ പ്രശ്നങ്ങളിൽ വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, വലിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു മൂന്നാറിലെ, നമ്മളിപ്പോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി 11 വർഷത്തിലധികം ഇരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി കേരളത്തിൽ 5 വർഷം ഇരുന്നു. 10 വട്ടം അദ്ദേഹം മത്സരിച്ചു. ഒരുപക്ഷെ CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന കൊടി അടയാളത്തിൽ, CPM-ന്റെ അടയാളത്തിൽ അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ ഇത്രത്തോളം മത്സരിച്ച മറ്റൊരു നേതാവില്ലല്ലോ. അതിൽ 7 തവണ അദ്ദേഹം ജയിക്കുകയും 3 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ സമരവീര്യത്തിന്റെ വിപ്ലവ നായകൻ, ചന്താരകം എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോഴും അതിന് നമ്മൾ ഇടുക്കിക്കാർ സാക്ഷികളാണ്. അതിന്റെ സാക്ഷികളാണെന്ന് പറഞ്ഞാൽ 2008 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തുള്ള മൂന്നാർ ദൗത്യമാണ്. എന്തായിരുന്നു ആ ദൗത്യത്തെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കർശനമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കണ്ടായി. എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് ചില മറ്റു നടപടികളിലേക്ക് നീങ്ങിയ ഘട്ടം വന്നപ്പോൾ അത് അന്ന് നമ്മുടെ ജില്ലാ സെക്രട്ടറി മണീഷ് അടക്കം മണിയാസാനിലെ ഇടപെട്ടതിൻ്റെ ഭാഗമായി നമുക്കതിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സതുദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ചിന്നക്കനാലൻ പ്രദേശങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയ കയ്യേറ്റക്കാർക്കെതിരെയാണ് നടപടി. എന്നാൽ കയ്യേറ്റവും കുടിയേറ്റവും 2 ആണ് എന്ന് സ്ഥാപിക്കാൻ അവിടെ ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയുണ്ടായി. പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായി, ജില്ലാ കമ്മിറ്റി നടത്തുകയുണ്ടായി. നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ച് നമ്മളെല്ലാം കയ്യേറ്റക്കാരും കുഴപ്പക്കാരുമാണെന്നാണ് നമ്മുടെ ജില്ല വിട്ടാൽ ഒരു പൊതുബോധം വളർത്തിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് BS-ന് ആ രംഗത്ത് തെറ്റുപറ്റിയോ? ഇല്ലില്ല, അത് തെറ്റുപറ്റിയില്ല. ഉദ്യോഗസ്ഥന്മാര് അതിനകത്ത് ഗവൺമെന്റ് എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായ ചില നിലപാടുകളും രീതികളും കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ ആ നീക്കം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ആ ഉദ്യോഗസ്ഥ നിലപാടുകൾക്കെതിരെ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ 2005 മുതൽ 2011, 2006 തൊട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനം വെക്കുന്നത്. അപ്പോൾ ആ 2000 പലപ്പോഴും പാർട്ടി തോക്കുമ്പോൾ അദ്ദേഹം ജയിക്കുമ്പോൾ പാർട്ടി തോക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 2006 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അപ്പൊ ഈ മൂന്നാർ എന്ന് പറയുന്നത് ഒരു മാഫിയയുടെ കയ്യിലേക്ക് ഒതുങ്ങുന്നു എന്നും പലപ്പോഴും യഥാർത്ഥ കർഷകനും അല്ലെങ്കിൽ അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ കുടിയേറ്റക്കാരനും കയ്യേറ്റക്കാരനും തമ്മിൽ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു സാമൂഹിക നീതിയാണ് അവിടെ നിലനിൽക്കുന്നതെന്നും മനസ്സിലാക്കിയ BS ആണ് സത്യത്തിൽ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. സുരേഷ് കുമാറിനെ, അതുപോലെ രാജുനാരായണ സ്വാമിയെ പോലുള്ള IAS-കാർ, ഇവരൊക്കെയാണ് അവിടെ എത്തിയത്. പക്ഷെ അത് എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതൊരു വലിയ പ്രത്യാഘാതം ഞാൻ സൂചിപ്പിച്ചത് കയ്യേറ്റക്കാർക്ക് വലിയൊരു താക്കീത് നൽകാൻ കഴിഞ്ഞുവോ? അത് കഴിഞ്ഞു. കയ്യേറ്റക്കാർക്ക് കേരളത്തിൽ പൊതുവിൽ BS ഒരു പേടി സ്വപ്നമായിരുന്നു. നമ്മുടെ വാര്യം ആദിവാസി കോളനിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയല്ലേ ആളുകൾ കൈവശപ്പെടുത്തി മറ്റ് പ്രമാണിമാരവിടെ ഏലകൃഷി ചെയ്തത്. BS അവിടെ നേരിട്ടെത്തി നടന്ന് നേരിട്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദൗത്യമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു. അതാണ് അദ്ദേഹത്തെ സമര നായകൻ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. അദ്ദേഹം പൂയംകുട്ടിയിൽ നിന്ന് അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കുടിയിലേക്ക് പോകുന്ന വഴിക്ക് ഉറിയമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലം കഴിയുമ്പോൾ ഏതാണ്ട് സമയം വൈകുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊരു
VS അങ്ങനെ നടന്ന് അത്രയും പോവുമോ ഒരാശങ്ക. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട സഖാവ് ചോദിച്ചു അദ്ദേഹത്തോട്, ഇനി മുമ്പോട്ടേക്ക് നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാൻ നേരെ പോവുകയാണെന്ന് പറഞ്ഞ് നേരെ മുമ്പോട്ടേക്ക് നടന്ന ചരിത്രം അദ്ദേഹത്തിൻ്റെ. അതാണല്ലോ അദ്ദേഹത്തെ VS ആക്കുന്നത്. പലപ്പോഴും ക്ഷീണമില്ലാതെ അക്ഷീണം പൊരുതുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ്. ഒന്നും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ അദ്ദേഹം പൊരുതി മുന്നേറുകയായിരുന്നു. മറ്റൊരു കാര്യം, ഇവിടെ നമ്മളെ വേറെ സഹായിച്ചു. ഇപ്പൊ 1977 ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെങ്കുളം കുടിയിറക്കപ്പെട്ട 250 കൃഷിക്കാര് ആനച്ചാലിൽ പന്തൽ കെട്ടി സമരം നടത്തുകയാണ്. അതെ, അവർ ടൗണിൽ അവിടെ ഒരു കോളനി സ്ഥാപിച്ചത്. നമ്മുടെ സഖാവ് എണ്ണംകുര്യൻ, സഖാവ് മണിയാശാൻ, അതുപോലെ ജയേന്ദ്ര സഖാവ് അടക്കമുള്ളവരെല്ലാം തന്നെ മരിച്ചു. നമ്മുടെ MK മണി എന്ന് പറയുന്ന വേറൊരു ആനച്ചാലിലെ സഖാവ് ഉണ്ടായിരുന്നു. അങ്ങനെ പഴയകാല നേതാക്കന്മാരെ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല. അവരുടെ നേതൃത്വത്തിലാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടത്. VS വന്നു. VS-ഉം സഖാവ് PV കുഞ്ചിക്കണ്ണനും സഖാവ് TK രാമകൃഷ്ണനും സമരപന്തലിലെത്തുകയും ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് ആ ഭൂമിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും സഖാവ് VS-ന്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ആനച്ചാൽ പ്രക്ഷോഭത്തില് ആ ഒരു ഭൂസമരത്തിലും അദ്ദേഹം വന്ന് നേരിട്ട് പങ്കെടുത്തു. അതുകൂടാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മറ്റു പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം ഈ മുല്ലപ്പെരിയാറിൽ പലവട്ടം പോയിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് മുല്ലപ്പെരിയാർ ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. തന്നെയല്ല, അദ്ദേഹം വളരെ കണിശമായ ഭാഷയിലാണ് അവിടെ ചെന്നിട്ട് സംസാരിച്ചത്. ആർക്കും അങ്ങനെ വിട്ടുവീഴ്ചയൊന്നുമില്ല. അപ്പം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ പിന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും. അദ്ദേഹം അതിനകത്ത് ചെയ്ത ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവായിരിക്കും തന്നെ മുല്ലപ്പെരിയാറിന് വേണ്ടി നിരവധി ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സാന്നിധ്യത്തിൽ കരുണാനിധിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെൻട്രൽ ചർച്ച സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാറിന് വേണ്ടി. അപ്പൊ തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും എന്ന മുദ്രാവാക്യം എന്ന ഉപാധിയാണ് VS മുന്നോട്ട് വെച്ചത്. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ. എന്നാൽ തമിഴ്നാട് അത് അംഗീകരിച്ചില്ല. ആ സമയത്ത് അത് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ല. പുതിയ ഡാം പിന്നീട് നിയമപരമായി തന്നെ പുതിയ ഡാം എന്ന നിലപാടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഗവൺമെന്റ് നടത്തി. പക്ഷെ പിന്നീട് ഗവൺമെന്റ് പോയി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഗവൺമെന്റ് അത് കണ്ടിന്യൂ ചെയ്തില്ല. അത് വേണ്ടത്ര ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് മുമ്പോട്ട് വന്നതാണ്, പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നതാണ് VS. ഇപ്പോഴും അത് വേണ്ടത്ര മുല്ലപ്പെരിയാർ നമ്മളെയൊക്കെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് നടുക്കുന്ന ഒരു ഓർമ്മയായാണ് അത് നിൽക്കുന്നത് ഇപ്പോഴും. കാരണം ജനങ്ങളെ സംബന്ധിച്ച് അതൊരു പേടി സ്വപ്നം പോലെയാണ്. അത് നിൽക്കട്ടെ, നമുക്കതല്ല. ഇപ്പോൾ ഏതായാലും ഈ 102 വയസ്സ് ഒന്നാലോചിച്ച് നോക്കാം. അത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ്. അതില് അദ്ദേഹം ഏതാണ്ട് ഒരു 8 പതിറ്റാണ്ട് 80 വർഷക്കാലം ഇവിടുത്തെ പതിത വിഭാഗത്തിന് വേണ്ടി, നിസ്വ വിഭാഗത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ TV-യിൽ നമ്മൾ കേൾക്കുന്നത് അത്രയും അദ്ദേഹം നിലനിന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർട്ടി പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്, സഖാവ് P കൃഷ്ണപിള്ള അദ്ദേഹത്തെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ, കുട്ടനാടൻ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുകയുണ്ടായത്. അദ്ദേഹം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജന്മിത്വത്തിൻ്റെയും നാടുവാഴ്ത്തത്തിൻ്റെയും കൊടിയ പീഡനങ്ങളാൽ പകലന്തിയോളം, അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അടിമ സമാനമായി പാടത്തും പറമ്പിലും കർഷക തൊഴിലാളികൾ ജോലി ചെയ്യുകയും, അങ്ങനെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി ഇല്ല എന്ന് മാത്രമല്ല, ഈ ജന്മിതമ്പുരാക്കന്മാരുടെ പറമ്പുകളിൽ വീടെന്ന് പറയാൻ കഴിയത്തില്ല, അന്ന് ചാള എന്നാണ് പറയുന്നത്. അങ്ങനെ ചാള എന്ന് പറയുന്ന ഓലപ്പരയ്ക്കകത്ത് ഒരു കട്ടിൽ പോലും ഇല്ലാതെ തറയിൽ കിടന്ന് കർഷക തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടം. അതായത് വിവാഹം കഴിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും, അതായത് 7 പറമ്പട അകലെയുള്ള ഭൂമിയിലേക്ക് അവരെ പണിയാൻ വിട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അങ്ങനെ ജന്മിത്വത്തിൻ്റെയും അടിച്ചമർത്തത്തിൻ്റെയും ആ കാലഘട്ടത്താണ് സഖാവ് VS. അന്ന് വേണ്ടത്ര കൂലിയില്ല. അന്ന് കൂലി എന്ന് പറയുന്നത്, അതായത് ഇടങ്കഴി നെല്ലിന് ആണ് ജോലിക്ക് പോകുന്നതെങ്കിൽ 3/4 ഇടങ്കഴിയെ കാണുള്ളൂ. എന്നുവെച്ചാൽ നാഴി വെട്ടി കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ പാവപ്പെട്ട മനുഷ്യർ കഷ്ടപ്പെട്ടിരുന്ന ഘട്ടത്തിലാണ് സഖാവ് VS-നെ കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ വേണ്ടി വിടുന്നത്. അപ്പൊ ചൂഷണം എന്ന് പറയുന്നത് അതിന്റെ പരമകോടിയിലായിരുന്നു, പരകാഷ്ഠയിലായിരുന്നു. അതെ അതെ അതെ.
എന്നും തൊഴിലാളികൾ പാവപ്പെട്ടവൻ ചൂഷണം ചെയ്യപ്പെടുകയും ഈ ജന്മികുടിയാൻ വ്യവസ്ഥ വളരെ ഭീഷണമായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അതെ അതെ അതെ. ആ ഘട്ടത്തിലാണ് അദ്ദേഹം വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് തമ്പുരാക്കന്മാര് പാവപ്പെട്ട ആളുകളെ അപ്പോൾ മുദ്രാവാക്യങ്ങളും സമരങ്ങളും ഉയർന്നു വന്നു. അപ്പൊ പാളെ കഞ്ഞി കുടിപ്പിക്കും, തമ്പുരാൻ എന്ന് വിളിപ്പിക്കും എന്ന മുദ്രാവാക്യം ആ ഒരു ഘട്ടത്തിലുണ്ടായി ഉയർന്നു വന്നതാണ്. അതുപോലെ തന്നെ ആ ഇടപെടലിന്റെ ഭാഗമായി പിന്നീട് കർഷക തൊഴിലാളികൾക്ക് വലിയ മാറ്റം വന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ കർഷക തൊഴിലാളി പ്രസ്ഥാനമായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനെ വളർത്തിയെടുക്കുന്നതിൽ അതുല്യമായ സംഭാവനയാണ് സഖാവ് വി.എസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്, ഒരു നവോത്ഥാനത്തിന്റെ കാലമായിരുന്നു. 1923 അദ്ദേഹം ജനിക്കുന്ന സമയം, 24 കുമാരനാശാൻ മരിക്കുന്നു. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ എന്ന് പറഞ്ഞ് കവിത എഴുതുകയും അത് മാത്രമല്ല മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ എന്ന വിപ്ലവ മുദ്രാവാക്യം കവിതയിലൂടെ മുഴക്കുകയും ചെയ്ത കുമാരനാശാൻ 24 മരിക്കുന്നു. കേരളത്തെ ആകെ പരിവർത്തനത്തിന്റെ കുടചൂടിച്ച സാക്ഷാൽ ശ്രീനാരായണ ഗുരു 28 മരിക്കുന്നു. 28. അതിനുശേഷം കേരളത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്ന വലിയ മാറ്റമായിരുന്നു. ജാതി രംഗത്തോ അല്ലെങ്കിൽ സാമൂഹിക രംഗത്തൊക്കെ ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഉദയത്തോടു കൂടി തന്നെ വലിയ മാറ്റമായിരുന്നു. 1940-കളിലാണ് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലഘട്ടമായിരുന്നു. പെട്ടെന്ന് തന്നെ പുന്നപ്ര വയലാർ സംഭവത്തിലേക്ക് വരുന്നു. പുന്നപ്ര വയലാർ സംഭവത്തിൽ അദ്ദേഹം ഒളിവിൽ പോകുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം കർഷക തൊഴിലാളികളിൽ മാത്രമല്ല കയർ തൊഴിലാളികളെ, ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും വലിയ തോതിൽ സംഘടിപ്പിച്ചു അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിവേഷം ആലപ്പുഴ കയർ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ കാലത്ത് വയലാർ എഴുതിയിട്ടുണ്ട്, കയറ് പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ. ആ അഭിമാനിക്കുന്ന വകയിൽ വി.എസ്. അച്യുതാനന്ദനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ തന്നെയല്ലേ ഈ പുന്നപ്ര വയലാർ സംഭവം എന്നൊക്കെ പറയുന്ന വലിയൊരു സമരത്തിന്റെ ചരിത്ര സംഭവമാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അത് സംഭവിക്കുന്നത്. ആലപ്പുഴയിലെ ചുടുകാട്ടിൽ അദ്ദേഹത്തിന്റെ ദേഹം അടക്കം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വെടികൊണ്ട് അന്ന് തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്ന ഒരു കഴിവില്ലേ എന്ന് വയലാർ എഴുതിയത് സാർത്ഥകമാവുകയാണ്. തീർച്ചയായും. ആ സമരത്തിന്റെ ഭാഗമായി മരണപ്പെട്ട നിരവധി ആളുകളെ തന്നെ അടക്കിയ സ്ഥലമല്ലേ അത്. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ഉണ്ടല്ലോ, പി കൃഷ്ണപിള്ള, അദ്ദേഹം അവിടെയാണ് അന്ത്യം ഉറങ്ങുന്നത്. പക്ഷെ വി.എസ്. മരിക്കുന്നില്ല. ഇല്ല, ജനഹൃദയങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങള് മറ്റൊരു കാര്യം ഞാൻ ഓർത്തു പോകുന്ന, നമ്മുടെ ഇടുക്കി ഒരു കാലഘട്ടത്തിൽ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നൊരു കാലഘട്ടമുണ്ട്. അതായത് ഇവിടെ കടവരി, കമ്പക്കല്ല്, കോട്ടാക്കമ്പൂര്, വട്ടവട ഈ പ്രദേശങ്ങൾ തീർച്ചയായിട്ടും കഞ്ചാവ് കൃഷിയുമായി വലിയ അപ്പൊ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്നുകൊണ്ട് വലിയ പ്രമാണിമാരവിടെ കഞ്ചാവ് കൃഷി ചെയ്ത് വ്യാപകമായിട്ട് വളർത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നേരിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഒരു വലിയ പ്രതിരോധമായി ഉയർന്നു വന്നൊരു സമയമാണ്. ആ പ്രതിരോധത്തിന്റെ മുമ്പിൽ നിന്ന നമ്മുടെ കാശിനാഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു കഞ്ചാവ് മാഫിയയുടെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കാശിനാഥൻ കൊല്ലപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ലഹരി മാഫിയക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് ആഞ്ഞടിച്ചു കേസ്. കൊട്ടാക്കമ്പൂരിലും അതുപോലെ കടവരിയിലും കമ്പക്കലിലും നേരിട്ടെത്തി ഇതാണ് കഞ്ചാവ് എന്ന് നേരിട്ട് നടന്നു പോയി അദ്ദേഹം അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഉദ്യോഗസ്ഥർ ഇതാണ് കഞ്ചാവ് എന്ന് പറയുകയും ലഹരി മാഫിയക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുന്നതിൽ വി.എസ്. വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുള്ള ഒരു കാര്യമായി ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഈ കേരളത്തിന്റെ ഒരു നവോത്ഥാന കാലത്ത് അതിശക്തി യുവാവായി ഇല്ലേ, അദ്ദേഹത്തിന്റെ ബാല്യകൗമാരങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൗവനം, പുഷ്കലമായ യൗവനം, തീഷ്ണമായ യൗവനമൊക്കെ ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ അന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ ജീവിച്ചിരുന്നത്. തകഴിയും ബഷീറും അതുപോലെ ചങ്ങമ്പുഴയും ഒക്കെ ഉള്ള കാലമാണ്. അവരെ പോലും സംഘടിപ്പിക്കുന്നതിൽ ഇപ്പൊ ഈ എം.എൻ. വിജയൻ സാറ്, അതുപോലെ തന്നെ തകഴി, ഇവരെയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ പോലും ഈ വലിയ സാഹിത്യത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും 7ാം ക്ലാസ് വരെയാണ് ഔദ്യോഗികമായി പഠിച്ചിട്ടുള്ളൂവെങ്കിലും ഇദ്ദേഹത്തിന് ഈ സാഹിത്യകാരന്മാരെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റാരേക്കാൾ ഉണ്ട്. EMS-നോടൊപ്പം, കൃഷ്ണപിള്ളയോടൊപ്പം, AKG-യോടൊപ്പം ഇല്ലേ, ഒക്കെ അദ്ദേഹം 67 തന്നെ അദ്ദേഹം MLA ആവുകയും ചെയ്തു. MLA ആവുകയും നേരത്തെ തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ വരുന്ന പോരാട്ടങ്ങൾക്കിടയിൽ പലപ്പോഴും വി.എസ്. പാർട്ടിയിലെ ശിക്ഷാ നടപടികൾക്ക് പലവട്ടം വിധേയനായിട്ടുണ്ട്.
അതെന്താണ് അദ്ദേഹത്തിന്റെ ഈ ഉറച്ച നിലപാടാണോ കാരണം? നിലപാടുകളുണ്ട് അങ്ങനെ. അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ അത് ശിക്ഷാനടപടി എന്ന് പറഞ്ഞ താക്കീതുകൾ, കേവലമായ ചില ആ താക്കീതുകൾ. ഘട്ടത്തിലൊന്നും ഞാൻ ആ, നമ്മുടെ ഒരു ഘട്ടത്തിലുള്ള കാലഘട്ടങ്ങളിലല്ല അതൊന്നും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് അത് തെറ്റൊന്നുമല്ല. കാരണം ഇപ്പൊ പാർട്ടിയുടെ ലൈനിന് വിരുദ്ധമായി അദ്ദേഹം പെരുമാറിയെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാൽ പോലും പാർട്ടി പലപ്പോഴും അദ്ദേഹത്തിന് താക്കീത്, ഒരിക്കൽ അദ്ദേഹത്തെ PB-യിൽ നിന്ന്, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം പല അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണമാണ്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ല, അതിനകത്ത് ഇപ്പൊ പാർട്ടിയുമായി അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകാവുന്നതാണ്. ഒന്നും തെറ്റായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഇടുക്കിയിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇടുക്കിയിലെ ഇപ്പോൾ ഈ കല്ലാറുകുട്ടിയിലെ പാലം, ഈ കല്ലാറുകുട്ടിയിലെ പാലം എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല. അത് കോടികൾ മുടക്കി പണിയാൻ കഴിയുന്ന, ഒരുപക്ഷെ നാട്ടിൽ പോലും മറ്റ് പ്രദേശങ്ങളിൽ പോലും, വികസിത പ്രദേശങ്ങളിൽ പോലും പണിയാൻ കഴിയാത്തത്ര നീളമുള്ള ഒരു വലിയ പാലമാണ് നിർമ്മിച്ചു അല്ലേ? അത് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ സ്വപ്നമായിരുന്നു. അതെങ്ങനെയാണ് VS കഴിഞ്ഞത്? അത് ഇടുക്കിയോട് വലിയൊരു ബന്ധം, ആത്മബന്ധം തന്നെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിരവധി തവണ സഞ്ചരിക്കുകയും വരികയും എല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ പാർട്ടി ലീഡേഴ്സ് നേതൃത്വമൊക്കെ ആയിട്ട് വലിയ ബന്ധം, ഈ ബേബിച്ചേട്ടനോട് താമസിക്കുന്നുണ്ടല്ലേ? ബേബിച്ചേട്ടനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മസൗഹൃദം നമുക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം 8-9 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഈ NV ബേബി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഒരു വലിയ സൗഹൃദം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇപ്പൊ തന്നെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വളരെ പഴക്കം ചെന്ന ഒരു നേതാവാണ്. ഏതോ കർഷക തൊഴിലാളി യൂണിയന്റെ മറ്റോ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കർഷക സംഘത്തിന്റെ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതെ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, സെക്രട്ടറി ആയിരുന്നു, അങ്ങനെ അറിയപ്പെടുന്ന ആളാണ്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഒരു ഊഷ്മള ബന്ധം ഈ നമ്മുടെ VS സൂക്ഷിച്ചിരുന്നു. ഇടുക്കിയിൽ മറ്റാരെങ്കിലുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു? ഇടുക്കിയിലെ നേതാക്കളും എല്ലാമായി നല്ല ബന്ധം തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സഹാവാണെങ്കിലും ജയേന്ദ്ര സഹാവൊക്കെ ആണെങ്കിലും നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരെല്ലാം മണിയാശാനും ജയേന്ദ്ര സഹാവും ഒക്കെ ആയിട്ട് വളരെ ആഴത്തിലുള്ള, അടുപ്പത്തിലുള്ള, ഗാഠമായ ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നല്ലോ VS. പിന്നീട് അത് ഈ ഇടുക്കി കയ്യേറ്റത്തോടു കൂടിയാണ് അതിൽ ചെറിയൊരു അകലം വന്നതുപോലെ ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്തെങ്കിലും വസ്തുതയുണ്ടോ അതിനകത്ത്? ഇല്ല, അതിൽ വസ്തുതയൊന്നുമില്ല, ഒരു വസ്തുതയില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു വാർത്ത പരക്കുന്നുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അങ്ങനെ ഒരു ബന്ധത്തിൽ എന്തോ ഒരു ഉലച്ചിൽ സംഭവിച്ചു എന്നൊക്കെ ഒരു തോന്നൽ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത്തരം ഇത് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് ശേഷം ഇപ്പം കഴിഞ്ഞ 29 ദിവസമായി അദ്ദേഹം പട്ടം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബോധാബോധങ്ങൾക്കിടയിൽ മറിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. ഇതിനിടയിൽ കേരള ജനത സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മരണം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം മരിക്കണമെന്നുള്ള പ്രതീക്ഷയല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് അദ്ദേഹം ഏത് സമയവും മരിച്ചേക്കും എന്നൊരു ഭയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അക്കാര്യം സംശയമില്ല. വെന്റിലേറ്റർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. തന്നെയല്ല 100 വയസ്സ് പിന്നിട്ട ഒരാൾ. അദ്ദേഹത്തിന്റെ മരണം അപ്രതീക്ഷിതമൊന്നുമല്ല. പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ ആഘാതത്തോടെയാണ് അതിനെ കാണുന്നത്. എന്താണ് ഇത്രമാത്രം ഒരു വൈകാരിക ബന്ധം ജനങ്ങൾക്ക് ഈ VS-യുമായിട്ട്? VS-ന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ഉയർത്തിയ ഓരോ പ്രശ്നങ്ങളും സാധാരണക്കാർക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചന്ദന ഒരു പ്രതിവർഷം 5000 ചന്ദന മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് VS. ഒരു ദിവസം തന്നെ, ഒരു വർഷം അങ്ങനെയാണെന്ന് ഫോറസ്റ്റിന്റെ കണക്ക്. ഒരു 5000-ത്തിലധികം, കാരണം കേസുകൾ അങ്ങനെയാണ് വരുന്നത്. ചന്ദനമരങ്ങൾ പിടിക്കുന്ന കേസുകൾ അങ്ങനെയാണ് വരുന്നത്. ചന്ദനമരങ്ങൾ നിർവ്യാജം വെട്ടി മാഫിയകൾ നേരെ മലപ്പുറത്തും പാലക്കാടുള്ള ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ആരും തടയിടാൻ തയ്യാറായില്ല. ആ ചന്ദന മരങ്ങൾ വെട്ടി നഷ്ടപ്പെടുന്നതിനെതിരെ അദ്ദേഹം മറയൂരിലേക്ക് പാഞ്ഞെത്തി. അത് ലോക പൈതൃക സ്വത്താണ്. സത്യം പറഞ്ഞാൽ മറയൂരിലെ ലോകത്ത് ഇത്രയും ഗുണമുള്ള ചന്ദനം വേറെയില്ല. അപ്പൊ അത് തടയിടാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഭയങ്കരമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ഗവൺമെന്റിന് അതിൽ കർശന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. അതൊരു ദേശീയോദ്യാനം പോലെയല്ലേ ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നത്. തന്നെയല്ല, ഈ മതികെട്ടാനെ കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചപ്പോഴാണ് മറ്റൊരു ഈ VS-ന്റെ ഇടപെടലിലൂടെ മറ്റൊരു സത്യം ഉണ്ടായത്. അത് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു മതികെട്ടാൻ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അവിടെ വരയാടുകൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ കൊടിയ മർദ്ദനങ്ങൾക്ക് അദ്ദേഹം വിധേയനായല്ലോ. അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം സംബന്ധിച്ച്
നമുക്ക് വലിയ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ വലിയ പീഡനങ്ങൾക്കിരയായ ആളാണ്. അത് തീർച്ചയായിട്ടും. അത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള വായനയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ അറിയുന്നത് ഈ അദ്ദേഹം ഈ പുന്നപ്ര വയലാർ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി തന്നെ അദ്ദേഹത്തോട് ഒളിവിൽ പോകാൻ നിർദ്ദേശിച്ചു അതെ, അല്ലെങ്കിൽ പോലീസിന്റെ കൊടിയ പീഡനം, അതെ, അതെ. അദ്ദേഹം ഒരു ജാഥ നയിച്ച് അങ്ങോട്ട് എത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഘട്ടത്തിൽ അദ്ദേഹം പൂഞ്ഞാറ്റിലെത്തി. പൂഞ്ഞാറ്റിൽ ഇട്ടിണ്ടി വൈദ്യൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് കഴിഞ്ഞ അവിടെ വൈദ്യരുടെ അടുത്ത് കൂടുതൽ ആളുകൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം വൈദ്യരുടെ ഒരു പെങ്ങളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുക. അപ്പൊ ഈ 2 നേരം കുളിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന് വല്ലാതെ ഉണ്ട്. എന്നാൽ ഒരു നേരം കുളിച്ചാൽ മതി എന്ന പാർട്ടി സഖാക്കൾ പറയുകയും പക്ഷേ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തോട്ടിൽ കുളിക്കാൻ പോയ സമയത്താണ് പോലീസ് അദ്ദേഹം. അപ്പൊ ഈ പാലായിലൊക്കെ കൊണ്ടുവന്ന് ജയിലിൽ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ കാല് 2 ജനലഴികളിൽ പുറത്തേക്ക് അടിച്ച് ചൂരപടിക്ക് അടിച്ചു ഉള്ളംകാലിൽ. അതെ, എന്നിട്ടും കൃഷ്ണപിള്ള എവിടെ, EMS എവിടെ, നേതാക്കളുടെ പേരാണ് ചോദിക്കുന്നത്. അപ്പൊ അത് പറയാൻ വിസമ്മതിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ബയണറ്റ് കൊണ്ട് കുത്തി. അപ്പൊ ചോര ചീറ്റി എന്നാണ്. ചോര ചീറ്റിയെന്ന് മാത്രമല്ല അദ്ദേഹം അബോധാവസ്ഥയിലാവുക. അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കള്ളനെ എന്ന് പറഞ്ഞ ഒരു കള്ളനെ, അതെ അങ്ങനെയാണ് പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ജീവനും ഉപേക്ഷിച്ചിട്ട് പോകാൻ വന്നതാണ്. കൊക്കയിലേക്ക് എറിയ, അതായത് മരണപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും കൊക്കയിലേക്ക് എറിയാനാണ് അന്ന് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിച്ചത്. അന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് അതൊക്കെ കഴിയുമായിരുന്നു. അതെ, കഴിയുമായിരുന്ന കാലമാണ്, ദുഷ്പ്രഭുത്വമുള്ള കാലമാണ്. അതെ. അപ്പൊ ഈ ഓലപ്പനെയാണ് കൂടെ കൂട്ടി വിട്ടത്. ഓലപ്പൻ പോകുന്ന വഴിക്കാണ് ഇത് അനക്കം കണ്ടത്. അപ്പൊ ഇത് അനക്കമുണ്ട്, എറിയാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാട് കള്ളൻ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പോലീസിന്റെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്ക് അടിപ്പെട്ട് ഇല്ലാതായി പോയേക്കാവുന്ന ഒരാളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കർമ്മനിയോഗം കൊണ്ട്, കർമ്മവീര്യം കൊണ്ട് തിരിച്ച് ഈ ഒരു സൂര്യനെ പോലെ അല്ലേ ഒരു യൗവനത്തിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം 102 വയസ്സ് ജീവിക്കുകയും അതിൽ 80 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല, അസാധാരണ സംഭവം. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒത്തിരി കാലം PB അംഗമായിരുന്നു. അദ്ദേഹം വഹിക്കാത്ത പങ്കില്ല. അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് ഒരു ചെറിയ പദവിയിലെ തുടക്കം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡിവിഷൻ സെക്രട്ടറി, ആദ്യം ഡിവിഷൻ സെക്രട്ടറിയാണ്. അതെ, അവിടെ തന്നെ ഡിവിഷൻ സെക്രട്ടറി, പിന്നീടാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. അങ്ങനെയാണല്ലോ പറ്റുള്ളൂ, വളർന്നു വരാൻ ഘട്ടം ഘട്ടമായിട്ടാണ് കഴിയുന്നത്. പിന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായി ഒത്തിരി കാലം. അതെ, 1980 മുതൽ 96 തോന്നുന്നു ഈ നായനാരുമായി മത്സരിച്ച് 80 മുതൽ 92 വരെ അദ്ദേഹം പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് മറ്റു നായനാരുമായിട്ടുള്ള മത്സരത്തിൽ അങ്ങനെ 2 വോട്ടിന് തോൽക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ പ്രതിപക്ഷ നേതാവായി ഒക്കെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 85 പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നു. പോളിറ്റ് ബ്യൂറോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പോളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യമല്ലല്ലോ. അല്ലല്ലേ, വലിയൊരു കാര്യമാണ്. അത് പ്രായം കൊണ്ട് മാത്രം എത്തുന്നതല്ലോ. അത് പ്രായം കൊണ്ടോ പക്വത കൊണ്ടോ കർമ്മനിരത കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും സൈദ്ധാന്തികമായിട്ടുള്ള അറിവ് കൊണ്ടും ഒക്കെ മാത്രമേ എത്താൻ കഴിയത്തില്ല. ഈ പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ, അങ്ങക്ക് എന്താണ് അതിന്റെ അഭിപ്രായം? ഈ കേവല ഈ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, ഇപ്പം വിദ്യാഭ്യാസത്തിൽ താഴെയുള്ള ആളുകൾ ആ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ആളുകൾ അതിനനുസരിച്ചുള്ള അറിവില്ല എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഭാഗമുണ്ടല്ലോ. പക്ഷെ VS-നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പൊ കേരളം കണ്ട മഹാനായ എഴുത്തുകാരൻ ബഷീറിന് ഔദ്യോഗികമായ 9ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇല്ലേ? നമ്മൾ വിദ്യാഭ്യാസം അല്ല പലപ്പോഴും കാരണം. കോൺഗ്രസ് നേതാക്കളിൽ തന്നെ പലരും ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ മാത്രമല്ല പ്രശ്നം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. ഏതൊരു കാര്യത്തെയും ഇദ്ദേഹം പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളുന്ന ആളല്ലെന്നാ പറയണേ. അങ്ങനെ ഒരു വ്യക്തിപരമായി തോന്നിയിട്ടുണ്ടോ? ശരിക്കും ആ കാര്യം പഠിക്കാൻ സമയമെടുക്കും. അങ്ങനെ പഠിച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിലപാടിൽ പിടിച്ചാൽ പിന്നെ അതിന്റെ അവസാനം വരെ നിൽക്കും എന്നുള്ളതാണ് ആ കാര്യത്തിൽ വിടുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും അങ്ങനെയായിരുന്നു. അതെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകളൊക്കെ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു കാലത്തുണ്ടായിരുന്നവർ ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളെ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാവും. ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇപ്പോൾ കുറെ ആളുകൾ വലിയ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പോലുള്ള ദേശാഭിമാനിലൊക്കെ വളരെ ശക്തമായി പാർട്ടിക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ ചിലർ മാറിപ്പോയായിരുന്നു. VS-ന്റെ ഭാഗത്ത് നിന്നു, പക്ഷെ VS-ൽ നിന്ന് മാറിപ്പോയിട്ട് പാർട്ടിക്കെതിരെ നിന്നിരുന്നു. ഇപ്പൊ VS-നോടൊപ്പം അക്കാലത്ത് നിന്ന ചില ആളുകൾ ഇപ്പൊ പാർട്ടിക്ക് എതിരായിട്ടൊക്കെ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ മറ്റോ അവിടെ ഇവിടെയൊക്കെ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് അല്ലേ? ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടേതായ ഇങ്ങനെ കൂടുന്ന ചില ആളുകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ലൈൻ, പാർട്ടിക്ക് നിലപാടുണ്ട്.
ആ പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിച്ചാൽ, ഇപ്പം ഞാനാണെങ്കിൽ പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ തുടർന്ന് പോകാൻ കഴിയത്തില്ല. തുടർന്ന് പോകാൻ കഴിയത്തില്ല. പാർട്ടിക്ക് അത് സ്വാർത്ഥത ഉയർന്നു വരുമ്പോഴാണ് നിലപാട് വ്യതിചലിക്കുന്നത്. പാർട്ടിക്ക് കൃത്യമായ ഒരു പോളിസി ഉണ്ട്. ആ പോളിസിക്ക് വിരുദ്ധമായ ആര് പെരുമാറിയാൽ പാർട്ടി നിലപാട് എന്ന് പറയുന്നത് ശരിക്കും ശരിയായ ഒരു നിലപാടാണ്. ഒരു പാർട്ടി നിലപാട് രൂപപ്പെട്ടു വരുന്ന ഏതെങ്കിലും വ്യക്തിയിൽ നിന്നല്ലല്ലോ. നിരവധി വ്യക്തികൾ ചർച്ച ചെയ്ത് കൂട്ടായി അതിൻ്റെ CPM സംബന്ധിച്ച് അതിൻ്റെ ഉന്നതാധികാര സമിതി, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, ഓഡിറ്റ് ബ്യൂറോ, ഇതെല്ലാം ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞൊരു പ്രശ്നത്തെ സംബന്ധിച്ച് ശരിയായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് പാർട്ടി നിലപാടാണ്. ആ പാർട്ടി നിലപാട് അംഗീകരിക്കാൻ ഈ പാർട്ടിയിലെ സാധാ അംഗങ്ങൾ വരെ എല്ലാവരും ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിൽ VS ആയാലും ആരായാലും ബാധ്യസ്ഥനാണ്. അത് ഏതെങ്കിലും വ്യക്തികൾ, അദ്ദേഹം വ്യതിചരിച്ചെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു തന്നെ നിന്ന് പാർട്ടിയെ ഇരുപതിൽ വളർത്തിയ സഖാവാണ് VS. പലപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ തന്നെയാണോ എന്നൊക്കെ പൊതു ബോധത്തില് സംശയ ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തരം നിലപാടുകളൊക്കെ അദ്ദേഹം ഈ ചന്ദ്രശേഖരൻ വിഷയത്തിലും അവിടെ ഇവിടെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കതല്ല, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ദൈക്ഷണിക മുഖമായിരുന്ന MN വിജയൻ സാറ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് പാവപ്പെട്ടവരുടെ വെളിച്ചപ്പാടുന്ന. അതൊരു അപൂർവമായ പ്രയോഗമാണ്. അത് വളരെ ചാരുതയുള്ള, അതിസുന്ദരമായ, അപൂർവമായ പ്രയോഗങ്ങളിലൊന്നാണ് പാവപ്പെട്ടവരുടെ വെളിച്ചപ്പാട്. അപ്പോൾ ഈ പാവപ്പെട്ടവരുടെ വെളിച്ചപ്പാട് എന്ന പേരിൽ അറിയപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നിസ്വപക്ഷത്താണല്ലോ പാർട്ടി നിൽക്കുന്നത്. പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, അവരുടെ സ്വപ്നങ്ങളിലാണ് എന്നും പാർട്ടി നിലകൊള്ളുന്നത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ VS അച്യുതാനന്ദൻ എന്നും ആ ശരിയുടെ ഭാഗത്തായിരുന്നില്ലേ? അല്ല, അദ്ദേഹം എന്നും ഈ സാധാരണക്കാരനും പാവപ്പെട്ടവരുടെയും കൂടെ തന്നെയായിരുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പോരാടിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹം, നമുക്കറിയാം, ഇപ്പം ഈ കേരളത്തിൽ ഇന്ന് നമ്മുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ, ഇന്ന് 62 ലക്ഷം പേര് കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത്, ഞാൻ അതിനോടുള്ളൊരു എൻ്റെ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ കാണേണ്ടത്, 1950 ഈ പെൻഷൻ വരുന്നത്. അപ്പോൾ ഈ പെൻഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് കർഷക തൊഴിലാളി യൂണിയനാണ്. ആ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വം എന്ന് പറയുന്നത് എന്നും സഖാവ് VS ആണ്. VS ആണ് അതിൻ്റെ പ്രചോദനം തന്നെ. അപ്പോൾ ആ കർഷക തൊഴിലാളി യൂണിയൻ ഉയർത്തിയ മുദ്രാവാക്യം 80-ൽ 45 രൂപയായിട്ട് നിജപ്പെടുത്തി. 80-ൽ 45 രൂപയാണ് ആദ്യമായിട്ട് കൊടുത്തത്. ആ 45 രൂപ 2006-ലാണ് സഖാവ് VS കേരളത്തിന് മുഖ്യമന്ത്രി വരുന്നത്. ഈ 2006 വരെ നമുക്ക് കാണാൻ കഴിഞ്ഞത് 110 രൂപയായി. ആ 110 രൂപയായി എന്ന് പറയുന്നതിൽ ആകെ 110 രൂപ ആയതിൽ സഖാവ് നായനാരുടെ ഗവൺമെന്റ് മാത്രമേ പങ്കുള്ളൂ. വേറെ ഒരു ഗവൺമെന്റും 1 രൂപ കൂട്ടിയിട്ടില്ല. ആ 110 രൂപയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം 2008-ൽ അത് 200 രൂപയാക്കുകയും 2009 300, 2010 400, 2011 500 രൂപയാക്കി. അതിലേറ്റവും എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം തോന്നിയ ഒരു കാര്യം എന്താ, നമ്മുടെ ഈ പരമ്പരാഗത മേഖല ഈറ്റ, കാട്ടുപള്ളി, പനമ്പ്, അതുപോലെ തഴപ്പായ ചെയർമാൻ കൂടിയാണ്. അതെ, ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കേരളത്തിൽ പെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2000 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി അങ്ങനെ വ്യാപകമായി, ഇന്നിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമുക്ക് കിട്ടും. അങ്ങനെ കേരളം സാർവത്രികമായി. അന്ന് സാർവത്രികമായ കാലമല്ല, അപൂർവമായിട്ട് മാത്രമേ അന്ന് ചില നൂലാമാലകൾ അത് ലഭിക്കുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് സഖാവ് VS-നെ ഞങ്ങൾ സമീപിക്കുകയാണ്. ഈറ്റ പരമ്പ തൊഴിലാളികൾക്ക് പെൻഷൻ എഴുതി. അതൊരു ചരിത്ര മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ 3 പ്രാവശ്യമാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അത് തള്ളിക്കളഞ്ഞത്. അപ്പോൾ ഞാൻ ആ ബോർഡിന്റെ ചെയർമാനായി വരുന്നത് 2007-ലാണ്. അപ്പോഴാണ് അന്ന് 2006-ൽ നമ്മുടെ ബഹുമാന്യ VS കേരളത്തിന് മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തോട് പെൻഷൻ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ. അന്ന് അതിന് സഹായം ചെയ്ത് നമ്മുടെ അന്നത്തെ തൊഴിൽ മന്ത്രി സഖാവ് ഗുരുദാസ് സിംഗ് സഖാവ്. നമ്മളിത് കൊടുക്കുക, പക്ഷെ എന്ത് ചെയ്യാം, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നിരാകരിക്കുകയാണ്. അപ്പോൾ ഒരു 100 രൂപ ക്ഷേമനിധി ബോർഡിന്റെ വകയായിട്ട് പെൻഷൻ കൊടുക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് 3 പ്രാവശ്യം നിരാകരിക്കപ്പെട്ടു. ഈ വിവരം ഞങ്ങൾ 3 പ്രാവശ്യം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ തീയതി പ്രഖ്യാപിക്കുകയാണ് ഉദ്ഘാടനത്തിന് വേണ്ടി. അപ്പോഴും VS അറിഞ്ഞിട്ടില്ല. അപ്പൊ നിരാകരിച്ചു. അപ്പൊ നമ്മുടെ അന്നത്തെ തൊഴിൽ മന്ത്രി VS-നെ വിളിക്കുകയാണ്, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ വിളിക്കുകയാണ്. VS, ഇത് ആ ഈറ്റ പരമ്പ തൊഴിലാളിക്ക് ഒരു പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് 3 പ്രാവശ്യമായി എൻ്റെ ഉദ്ഘാടന ഡേറ്റ് വരെ ഞാൻ വെച്ചിട്ട് കൊടുത്തില്ല എന്ന് പറയാം. അപ്പൊ തന്നെ മറുപടി വന്നു, നാളെ രാവിലെ 10 മണിക്ക് സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ട്, അതിൽ സ്പെഷ്യൽ ക്യാബിനറ്റ് നോട്ടായിട്ട് വെക്കുക, നിങ്ങൾ അതിനെ ബന്ധപ്പെട്ട ആളെ കാണാൻ പറയുകയാണ്. അപ്പോൾ അന്നത്തെ അഡീഷണൽ സെക്രട്ടറി C മോഹനൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നെയും കൂട്ടി ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ്
തയ്യാറാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ 2000 ആണ്ടിൽ 60 വയസ്സിലാണ്, ഈ 2000-ത്തിലാണ് ഈ ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വരുന്നത്. അപ്പോൾ 2000-ൽ 60 വയസ്സ് പൂർത്തിയായവർക്ക് പിന്നെ പെൻഷൻ കിട്ടത്തില്ല. കാരണം 2007-ലാണ് പെൻഷൻ ഇപ്പം നമുക്ക് അനുവദിച്ചാൽ 2007-ലേ അനുവദിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതും കൂടി ബോധ്യപ്പെടുത്തി. അപ്പോൾ 2000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മലമേഖലയിൽ ഇപ്പോൾ കുറച്ചുകൂടി, അതുപോലെ പഴമ്പളിച്ചാൽ, നേരിമംഗലം, നമ്മുടെ ഈ വനമേഖലയിൽ മാങ്കുളം അടക്കം ആയിരക്കണക്കിന് ഈറ്റത്തൊഴിലാളികൾ, അതിലേറ്റവും കൂടുതൽ ആദിവാസികളാണ്. അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഈറ്റയുമായി ബന്ധപ്പെട്ട ഈ ജോലിയിൽ ഏർപ്പെട്ടുള്ള ഒരു വിഭാഗം. മറ്റ് ജനവിഭാഗങ്ങളുണ്ട്. അപ്പൊ ഹിന്ദുസ്ഥാൻ എത്ര ആളുകളുണ്ടെന്ന് അങ്ങ് പറയുന്നത്? അന്നാ അല്ല ഇപ്പോൾ ഒരു 1,35,000 പേര് ഇതിനകത്ത് അംഗങ്ങളാണ്. കേരളത്തിലാകെ പരമ്പരാഗത വേല ഈ രംഗത്തൊരു 2 ലക്ഷത്തോളം വരുമെന്നാണ് കണക്ക്. പൂർണ്ണമായി ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അതായത് 2000 ആണ്ടിൽ ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുമ്പോൾ 60 വയസ്സ് പൂർത്തിയായത് മൂലം ക്ഷേമനിധിയിൽ അംഗമാകാൻ കഴിയാതിരുന്നവർക്ക് കൂടി പെൻഷൻ അനുവദിച്ചു. അപ്പം 67 വയസ്സായി അവർക്ക്. അപ്പോൾ 67 വയസ്സ് മുതൽ 98 വയസ്സ് വരെയുള്ളവരെ നമുക്കതിൽ മുൻകാല പ്രാബല്യത്തോടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല 35,000 പേർക്ക് പെൻഷൻ കൊടുക്കും. ഇപ്പം എത്ര രൂപ വെച്ചാണ് അവർ പെൻഷൻ വാങ്ങുന്നത്? 1,600 രൂപയാണ്. അത് 500 രൂപയാക്കിയത് ആക്കിയത് VS-ന്റെ ഗവൺമെൻറ്റാണ്. പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവർ 100 രൂപയാക്കി. ആ 100 രൂപ പിന്നെ ഒരു 10-18 മാസം പൈസ കുടിശ്ശിക വന്നായിരുന്നു. ആ കുടിശ്ശിക വന്ന ഒരു 18 മാസത്തെ പൈസയും പിന്നീട് നമ്മുടെ പിണറായി സഖാവ് മുഖ്യമന്ത്രി വരുമ്പോഴാണ് അത് 1000 രൂപയായി പ്രഖ്യാപിച്ചു. ആ 1000 കൂടി ആ ഓണത്തിന്, അതായത് 2021-ലെ ഓണത്തിന് കൊടുക്കുന്നത് 14,000 രൂപ, 15,000 രൂപയാണ് ഓരോരുത്തരും മേടിച്ചത്. അപ്പൊ ഈ തൊഴിലാളി പക്ഷത്ത് ചെറുപ്പം മുതൽ നിന്നു. അദ്ദേഹം ഈ കയർ തൊഴിലാളികളെ മാത്രമല്ലല്ലോ, കശുവണ്ടി തൊഴിലാളികളെ, കശുവണ്ടി തൊഴിലാളികൾക്കൊപ്പം നിന്നിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കശുവണ്ടി തൊഴിലാളികൾ വളരെ താഴ്ന്ന നിലയിൽ, ഇല്ലേ, ജീവിതത്തിന്റെ ഏറ്റവും പിന്നാമ്പുറങ്ങളിൽ പുറംപോക്കുകളിൽ ജീവിച്ചവരാണ്, വലിയ കഷ്ടപ്പാടിൽ ജീവിച്ചവരാണ്. അവർക്കൊരു ജീവിതം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, അല്ലെ, വലിയ ശ്രമിച്ചിരുന്നു. അപ്പോൾ പണ്ടിവിടുത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും, അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി കലികേറും, ദുശകുനങ്ങൾ നാട് മുടിക്കാൻ പിച്ച നടക്കും പ്രശ്നങ്ങൾ എന്ന് വയലാർ എഴുതിയിട്ടുണ്ട് ഈ തൊഴിലാളികളെ കുറിച്ച്. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ഒരു അവസ്ഥയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവരെ സംഘടിപ്പിക്കാനാണ് ഇദ്ദേഹം നടന്നത് പ്രധാനമായിട്ടും, അല്ലെ, പ്രധാനമായിട്ടും നടന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സാധാരണ ജനങ്ങൾക്കൊപ്പം അവരുടെ ദൈന്യതകളിൽ ചവിട്ടി നടന്ന മറ്റൊരു നേതാവ് ഒരുപക്ഷെ AKG മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പൊതുവില് ഇങ്ങനെയാണ് ജനകീയമായി ജനങ്ങളുടെ ഇടയിലൂടെ പ്രവർത്തിച്ചു വളർന്നു വന്നവരാണ് ബഹുഭൂരിപക്ഷം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഏറെക്കാലം ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാനായി എന്നുള്ളതൊരു വലിയ നേട്ടം, അതൊരു വലിയ നേട്ടമാണ്. ഒരു 80 വർഷം പൊതുരംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇല്ല, അതൊരു പുരുഷായുസ് എന്നൊക്കെ പറയുന്നത് അത് യൗവനമായി നിന്നു എന്നുള്ളതാണ്. അതെ 1000 പൂർണ്ണേന്ദ്രന്മാരെ കാണുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതൊക്കെ പറയുന്നത് പോലെ. അപ്പോ അത് യൗവനത്തിന്റെ തീഷ്ണതയോടെ, യൗവനത്തിന്റെ പൂക്കാലം. 82-ാം വയസ്സിലാണ് മുഖ്യമന്ത്രി. അതെ, 82-ാം വയസ്സിലാണ് മുഖ്യമന്ത്രി ആവുന്നത്. അതാണ് മറ്റൊരു കാര്യം. ഒരുപക്ഷെ ഇന്ത്യയിൽ വേറെ ആരും അങ്ങനെ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ 82-ാം വയസ്സിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരന്റെ വീര്യം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പക്കാര്, ഒരുപക്ഷെ കൗമാരപ്രായം പിന്നിടുന്നവർ പോലും അദ്ദേഹത്തെ ആരാധനയോടെ കാണുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ പൊതുരംഗത്ത് നിന്ന് മാറിയിട്ട് തന്നെ വർഷങ്ങളായി. അദ്ദേഹത്തിന് വിശ്രമ ജീവിതം ഡോക്ടർമാർ. അപ്പോഴാണ് ഈ പുതിയ തലമുറയിലെ യങ് ജനറേഷൻ എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സംസാരിക്കുന്നു. നിസ്സാര കാര്യമല്ല. അപ്പൊ എല്ലാ വിഭാഗത്തെയും സ്വാധീനിക്കാൻ കഴിഞ്ഞതാണ്. എത്ര വലിയ സ്വാധീനമാണ് ഇനിയിപ്പോ അദ്ദേഹത്തെ. അതിലേറ്റവും എനിക്ക് തോന്നുന്നത് സ്ത്രീകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെങ്ങനെ കഴിഞ്ഞു? അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെടുന്ന കുറേയേറെ പ്രശ്നങ്ങളിൽ VS വലിയ നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു കാലഘട്ടത്തിൽ സ്ത്രീകളെ വലിയ തോതിൽ VS-നെ ആരാധനാപാത്രമാക്കി എന്നുള്ളതാണ്. ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്ന സ്ത്രീകൾ പറയുന്നത് ഞങ്ങളുടെ അഭിമാന ബോധത്തെയാണ് അദ്ദേഹം സംരക്ഷിച്ചത്. അപ്പൊ സ്ത്രീകൾക്ക് ഒരു അഭിമാന ബോധം കേരളത്തിലുണ്ട്, അങ്ങനെ ഒരു കവചം ഉണ്ടാക്കുന്നത്, ഇല്ലേ? നമ്മുടെ സൂര്യനിൽ പ്രശ്നം ഉണ്ടായി അവിടെ എത്തി. സുരേലി പ്രശ്നം ഒരു കാലത്ത് വലിയ കൊള്ളൊക്കെ അവിടെ എത്തി. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എവിടെ മുറിവേൽക്കുന്നുവോ, അവർ എവിടെ മാനഭംഗത്തിന് ഇരയാകുന്നുവോ, അവിടെയൊക്കെ അദ്ദേഹം ഒരു രക്ഷകനായി ഓടിയെത്തുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളും ആ കാര്യത്തിൽ
വലിയ നല്ല പങ്ക് നിലയിൽ വഹിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, അത് സമയത്തിന്റെ പരിമിതി ഉണ്ട്. എന്നാൽ പക്ഷേ ഈ മത നേതാക്കൾക്ക് പിന്നാലെ ഒരിക്കൽ പോലും പോകാത്തൊരു നേതാവായിരുന്നു. അതെ അതെ ഈ ഉറച്ച മതനിരപേക്ഷത അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ ധൈര്യം? അത് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള നിലപാട്, അതായത് ശരിയായ മതനിരപേക്ഷ നിലപാട്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതനിരപേക്ഷ നിലപാട് എന്ന് പറയുന്നത് എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുപോലെ വർഗീയതയ്ക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും. ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ഒരു അയവ് പാർട്ടി ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാം സമൂഹത്തിന്. പക്ഷേ VS പലപ്പോഴും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ഒരു മതവിഭാഗത്തോടും. അല്ല, പാർട്ടി ഒരിക്കലും അങ്ങനെ പ്രത്യേകമായ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ശരിയായ ഒരു നിലപാടിൽ ആ നിലപാടിൽ അങ്ങ് ഉറച്ചു നിൽക്കും. അത് പാർട്ടി ശരിക്കും ശരിയായ മതനിരപേക്ഷ നിലപാടാണ്. പക്ഷെ പാർട്ടി എടുക്കുന്ന മതനിരപേക്ഷ നിലപാട് പലപ്പോഴും ഈ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അതിനെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന സമീപനം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്, അതുണ്ടാവും. പക്ഷേ VSനെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിശ്ചിതമായ നിലപാടുകൾ എടുക്കുമായിരുന്നു. അത് അദ്ദേഹം ഇപ്പോൾ ഈ സാമുദായിക നേതാക്കന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സാമുദായിക നേതാക്കന്മാരുടെ ആരായാലും അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും. അപ്പൊ VS പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിണക്കമില്ലായിരുന്നു. VS അങ്ങനെയാണ്, കർക്കശക്കാരനാണ്, അദ്ദേഹം അത് പറയും എന്നൊരു ധാരണ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. VSന്റെ മുന്നിൽ ഒരു ഭയം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. VS ഈ 4 വയസ്സിൽ അമ്മ മരിച്ചു, 11 വയസ്സിൽ അച്ഛൻ മരിച്ചു. ഇതൊരു ചെറിയ ജീവിതാനുഭവം അല്ലല്ലോ, അല്ലേ? വലിയ അനുഭവമാണ്. ഇടാൻ ഒരു ഷർട്ട്, അത് മാത്രം. പണ്ട് ഗാന്ധി കസ്തൂർബയെ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ ഒരു സ്ത്രീ പകുതി വസ്ത്രം കഴുകി പകുതി വസ്ത്രം ഉടുക്കുന്ന ഒരു കാഴ്ച കണ്ട് അതാണല്ലോ അദ്ദേഹം വസ്ത്രം ഉപേക്ഷിക്കാൻ കാരണം എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഉടുപ്പ് അത് കഴുകി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ആ ദാരിദ്ര്യാവസ്ഥയിൽ നടന്നായിരുന്നു പാർട്ടി പ്രവർത്തനം. ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നാണ് നടന്ന് പോലീസ് ബയനറ്റ് കുത്തി ചോരയൊലിപ്പിച്ച കാലുമായി നടന്ന് രാഷ്ട്രീയത്തിൽ ത്യാഗോജ്വലമായ പ്രവർത്തനമാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒട്ടേറെ പഠിക്കാനുണ്ട് അതിനകത്ത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പാഠപുസ്തകമാണെന്നർത്ഥം, അല്ലേ? ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ്, ഒരു വലിയ പാഠപുസ്തകമാണ്. ആളുകൾ വായിക്കട്ടെ, പുതിയ തലമുറ ഇതൊക്കെ വായിക്കട്ടെ. കാരണം എത്ര പേർ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വെയിൽ കൊണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ തണൽ തിരിക്കാൻ കഴിയുന്നത്. എത്രയോ നാൾ അദ്ദേഹത്തെ പോലുള്ളവർ പട്ടിണി കിടന്നതുകൊണ്ടാണ് നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്, ഇല്ലേ? എത്രയോ നേരങ്ങൾ നനഞ്ഞൊലിച്ച കൂരകളിൽ കിടന്നിട്ടാണ് ഇപ്പോൾ സുഖസുന്ദരമായ മന്ദിരങ്ങളിൽ അന്തിയുറങ്ങാൻ കഴിയുന്നത്. അതൊക്കെ ഈ പുതിയ തലമുറ വായിക്കട്ടെ, അല്ലേ? വായിക്കട്ടെ. അവസാനമായി അങ്ങേക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഓർത്തെടുക്കാനുള്ളത്? എനിക്ക് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് എനിക്ക് ഓർത്തെടുക്കാനുള്ളത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന്, അതായത് അദ്ദേഹം ആദ്യം അങ്ങ് സൂചിപ്പിച്ച പോലെ സാമൂഹ്യ നവോത്ഥാന നായകർക്ക് ശേഷം അവർ ഉയർത്തിയ ആ കൊടുങ്കാറ്റിന് ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ ശ്രീമദ് അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമികളും അതുപോലെ വാഗ്ഭടാനന്ദനെ പോലെ ഉള്ളവർ കേരളത്തിന്റെ ഇരുളടഞ്ഞ ഒരു കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവരുയർത്തിയ ആ വെളിച്ചത്തിന്റെ സൂചികയെ ഒരു പ്രകാശമായി പരത്തുന്നതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പ്രത്യേകിച്ച് VS അടക്കം വലിയ പങ്കുവഹിച്ചു എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ സാമൂഹ്യ മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ഇന്നത്തെ കേരളത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞുണ്ടാകുന്ന സമയത്ത് ദേശീയ സമിതിയിൽ നിന്നും കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന 34 പേരെ കുറിച്ച്, 32 സഹാക്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, അല്ലേ? 32 സഹാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെ സഖാവാണ് VS. തന്നെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് സംഭാവന ചെയ്ത, ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ സംഭാവന ചെയ്ത വലിയ കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട, ഇല്ലേ? ഈ ജന്മികളുടെ കയ്യിൽ നിന്നും 1957 ഗവൺമെന്റ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് വരുമ്പോൾ കടുത്ത കുടിയിറക്ക്, തൊഴിലാളി ദ്രോഹ, പോലീസ് സമരങ്ങളെ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടം. അപ്പൊ ആ ഗവൺമെന്റിന്റെ ആദ്യത്തെ തീരുമാനത്തിൽ സുപ്രധാനമായ തീരുമാനമാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. അതുപോലെ തന്നെ കുടിയടപ്പ് അവകാശം. ഞാൻ ആദ്യം പറഞ്ഞ കർഷക തൊഴിലാളികൾ ഈ ജന്മി തമ്പുരാക്കന്മാരുടെ പറമ്പുകളിൽ 25-15 വീടുകളാക്കി വെച്ചിട്ട് അവരവിടെയാണ് കടന്നുകൊണ്ടിരുന്നത്. അതൊരു വലിയ വെളിച്ചം എന്ന് പറയുന്നത്, അതായത് 57 ഗവൺമെന്റിന്റെ ഒരു സുപ്രധാന തീരുമാനമാണ് 10 സെന്റ് വളച്ചുകെട്ട്. മലയപ്പുലയന
മാടത്തിന് മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു എന്ന് പറയുന്ന കവിത ഉണ്ടാകുന്നത് ആ തരം ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട. അത് ചങ്ങമ്പുഴയുടേതാണ് വാഴക്കുല. ഞാൻ സൂചിപ്പിച്ച വന്നത് അങ്ങനെ കുടികിടപ്പ് അവകാശം മനുഷ്യന് നൽകുക, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത എക്കാലത്തെയും ഒരുപക്ഷെ വിസ്മരിക്കാനാവാത്ത ഒരു വലിയ ഒരു സംഭാവനയാണ്. മറ്റൊന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ കൂടെ വേറൊരു കാര്യം ഈ കൂടെ തന്നെ മറ്റൊരു കാര്യം ചെയ്തെന്ന് പറയുന്നത് കാർഷിക ബന്ധ ബില്ല് കേരളത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. കാരണം നമുക്ക് കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് അപ്പൊ ഇതിനൊക്കെ സാക്ഷിയാണ് വി എസ് അച്യുതാനന്ദൻ. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച 1940-കൾ തൊട്ട് കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടം സാഹിത്യ നായകന്മാർ, പരിവർത്തന ദാഹികൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു വലിയ സാമൂഹിക മാറ്റം കേരളത്തിൽ കൊണ്ടുവരുന്നതിൽ ഒക്കെ സാക്ഷിയായി, എല്ലാം മൂകസാക്ഷിയായി സജീവ സാക്ഷിയായി നിന്ന വലിയ നേതാവായി. ഇതിന്റെ ഗുണഭോക്താക്കൾ അടിമയിലുണ്ടോ? നമ്മുടെ ഈ 57-ലെ മറ്റേ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം ഉണ്ടല്ലോ, ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി പാട്ടകൃഷിയുടെ ഉടമകളായി വന്ന ഒരു അടിമാലിയിലുണ്ടല്ലോ, മച്ചപ്ലാവിലും അടക്കം കൃഷിക്കാരുണ്ട്. അന്ന് കിട്ടി നമ്മുടെ ഈ മച്ചപ്ലാവ് പ്രദേശത്ത് ഇതെല്ലാം കുമ്പന കോരുത്, തരീത് കുഞ്ഞുത്തമ്മൻ മുതലാളി, അതുപോലെ പട്ടര് സ്വാമി തുടങ്ങിയ അവരുടെ ആയിരുന്നു ഈ സ്ഥലങ്ങൾ. ഭൂപരിഷ്കരണ സമരത്തിന് അല്ലെങ്കിൽ ആ നിയമത്തിനെതിരെയുള്ള ചില പ്രചരണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അതുപോട്ടെ, അതല്ല. പക്ഷെ അത് തീർച്ചയായിട്ടും കേരളം കണ്ട വലിയ വിപ്ലവോന്മുഖമായ ഒരു നടപടി തന്നെയായിരുന്നു EMS ഗവൺമെന്റ് കാലഘട്ടം. അതിൽ നടക്കാതെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ആ ഘട്ടത്തിൽ 9 ലക്ഷം ഹെക്ടർ മിച്ചഭൂമി പിടിച്ചെടുത്തിരുന്നു. ആ മിച്ചഭൂമി ഈ 10 സെന്റ് വീതം ഭൂരഹിതരായിട്ടുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. പക്ഷെ ആ ഗവൺമെന്റ് 59 രൂപ പോയില്ലോ. ആ ഗവൺമെന്റ് പോയത് മൂലം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഭൂമികളെ തോട്ടം അതായത് ഈ ഭൂപരിധിയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഈ ഭൂമികൾ തിരിച്ച് എടുക്കപ്പെട്ടവരിലേക്ക് ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖവും അവിടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 67-ലാണെങ്കിൽ അത് പിന്നീട് കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി മാറുകയും പിന്നെ 64-ല് അത് സംഭവിക്കുകയും പിന്നീട് പല പാർട്ടിപരമായ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. 67-ൽ അത് പൂർത്തിയാക്കി. 67-ലെ ഗവൺമെന്റ് ബില്ല് പാസ്സാക്കി. ബില്ല് ഗവർണർക്ക് അയച്ചു. ഗവർണർക്ക് ബില്ല് അയച്ചു കഴിയുമ്പോഴാണ് ഗവൺമെന്റ് പോകുന്നത്. എന്നാൽ 1970 ജനുവരി 1-ന് ഈ നിയമം നടപ്പിലാക്കിയതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ EMSന്റെയും AKGയുടെയും അതുപോലെ VS ഒക്കെ നേതൃത്വത്തിൽ അവിടെ ആലപ്പുഴയിൽ വലിയ പ്രകടനം നടത്തുകയും മിച്ചഭൂമിയിലേക്ക് അരച്ചു കയറി പിന്നീട് ഗവൺമെന്റ് അത് അംഗീകരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അല്ല, പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് അംഗീകരിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ വളരെ പരിവർത്തനോന്മുഖമായ നിയമങ്ങൾ അതുപോലെ നടപടികളൊക്കെ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റുകൾക്കൊപ്പം EMSനൊപ്പം ഒപ്പം തന്നെ പിന്നീട് ജനകീയനായ AKGക്കൊപ്പം ഒക്കെ പ്രവർത്തിച്ച് ഈ ജീവിതത്തിൻ്റെ പടവുകൾ ഒപ്പം രാഷ്ട്രീയത്തിൻ്റെ പടവുകളും ഒന്നൊന്നായി ചവിട്ടിക്കറിയ അതികായനായ VSനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ സങ്കടത്തോടെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും മീഡിയ നെറ്റും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യത്തെ സാർത്ഥകമാക്കിക്കൊണ്ട് മീഡിയ നെറ്റ് അങ്ങേക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ കേരളം കണ്ട വലിയ വിപ്ലവകാരിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇവിടെ എത്തുകയും ചെയ്ത അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 102 വയസ്സ് വരെ ജീവിച്ചിരിക്കുക, അതിൽ 80-ലധികം വർഷങ്ങളും ജനമധ്യത്തിൽ നിറഞ്ഞു നിൽക്കുക. ലോകത്ത് ഏത് നേതാവിനാണ് അത് കഴിയുക? ആളുകൾ ഹൃദയം പൊട്ടി അദ്ദേഹത്തിനോടൊപ്പം നിന്നു. അദ്ദേഹം പറയുന്നതിന് കാതോർത്തു. അദ്ദേഹം പറയുന്നതിന് കണ്ടുനിന്നു. എത്ര വേഗത്തിലായിരുന്നു ആ മനുഷ്യൻ ജനഹൃദയങ്ങളിലേക്ക് ഒട്ടിച്ചേർന്നത്. വിളിച്ച മുദ്രാവാക്യങ്ങളെല്ലാം ജനഹൃദയങ്ങളിൽ മുദ്രകളായി മാറി. അത് മറ്റാർക്കും കഴിയാത്തതാണ്. പ്രണാമം VS. ആദരാഞ്ജലികൾ മീഡിയ നെറ്റിൻ്റെ. ജീവിതം തിളച്ചു മറിയുമ്പോൾ പൊങ്ങുതടി പോലെ വിജ്ഞാനവും പേര് നടക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല.